സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് അച്ഛനാവാൻ ആഗ്രഹമുണ്ടോ? മാതാപിതാക്കളെ, നിങ്ങളുടെ കൊച്ചുങ്ങളെ അച്ഛനാവാനായിട്ട് വിടാനായിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഒട്ടും പേടിക്കണ്ട കേട്ടോ. അച്ഛനാവാൻ എല്ലാവർക്കും കഴിയും. ചിലപ്പോൾ നമുക്ക് പഠനത്തിലൊക്കെ ചെറിയ മോശമായിരിക്കാം, ചിലപ്പോൾ ഒത്തിരി കഴിവുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ തമ്പുരാൻ നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അച്ഛനാവാം. അതിനൊരു ഉദാഹരണമാണ് എൻ്റെ ജീവിതം. ഞാൻ ഇന്നേ ദിവസം 3-ാം വർഷമാണ് എൻ്റെ പ്രീസ്ലി ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. ഒത്തിരി കഴിവുകളുണ്ടായിട്ടല്ല, ഒത്തിരി മികച്ചതെന്ന് പറയാനായിട്ട് എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. പക്ഷേ തമ്പുരാൻ്റെ യോഗ്യതയാൽ എനിക്ക് അച്ഛനാവാനായിട്ട് സാധിച്ചത്. മാതാപിതാക്കൾക്ക് ചിലപ്പം ഒരു ചെറിയ വിഷമം ഉണ്ടാവും, നിങ്ങളുടെ പ്രായമൊക്കെ ആവുമ്പോൾ ആര് നോക്കൂ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 ചേച്ചിമാരാണ്, ഞാൻ ഒറ്റമോനാണ്. പക്ഷേ എനിക്കിപ്പോഴും പറയാൻ പറ്റും, എൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിലും തമ്പുരാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കളെ നോക്കുന്നുണ്ട് എന്നുള്ള സത്യം. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഏകദേശം 3 വർഷമാകുമ്പോൾ എനിക്ക് ഒരുപാട് തമ്പുരാൻ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഇടവക സെൻറ്റ് മേരീസ് ചർച്ചിൽ 2 വർഷമായിട്ട് ഞാനിവിടെയുണ്ട്. ഇവിടുത്തെ ഇടവകക്കാർ എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ തമ്പുരാന് കൊടുത്താൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ നോക്കും, നമ്മുടെ ജീവിതത്തെ പരിപാലിക്കും, സംരക്ഷിക്കും. അതിന് ഒരു മടിയും വേണ്ട. പക്ഷേ ചെറിയ റിസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കുള്ള മേഖല തന്നെയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. 12 വർഷ ഫോർമേഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സമൂഹത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്ര വിലയൊന്നും പുരോഹിതർക്ക് കിട്ടുന്നില്ല. പക്ഷേ ഓർത്തോളുക, ഇച്ചിരി റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ ഈ ഒരു വിളിയിലേക്ക് കടന്നു വരാം. പിന്നെ നമ്മുടെ യോഗ്യതയൊന്നും അല്ല തമ്പുരാൻ സ്വീകരിക്കുന്നത്, മറിച്ച് തമ്പുരാൻ്റെ കൃപയാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതവും തമ്പുരാൻ്റെ ഒപ്പം ആഘോഷമാക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്കും അച്ഛനാവാം, സന്യസ്തരാവാം. ഓക്കെ, ഇന്ന് എൻ്റെ 3 വർഷം ഞാൻ പിന്നിടുമ്പോൾ ഒരുപാട് പേര് എനിക്ക് ആശംസകളായിട്ട് വന്നു, ഒരുപാട് പേര് എനിക്ക് പ്രാർത്ഥനകൾ നേർന്നു. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ കാർഡുകൾ തന്നു. ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഓർക്കുകയാണ്. മറക്കണ്ട, തമ്പുരാനൊപ്പം നിങ്ങൾക്കും സെലിബ്രേറ്റ് ചെയ്യാം. നല്ല വിശുദ്ധനായ അച്ഛനാവാം, നല്ല ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾക്ക് ഇന്ന ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നല്ല ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. വിശുദ്ധരായ പുരോഹിതർക്കും സന്യസ്തർക്കും വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നല്ല വ്യക്തികളായി വിശുദ്ധരായി ജീവിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയിലേക്ക് വിശുദ്ധരായ വേലക്കാരെ അയക്കണമേ.